നിങ്ങൾ എത്ര പേര് സൂപ്പർ മാരിയോ കളിച്ചിട്ടുണ്ട്? ഞാൻ കളിച്ചിട്ടുണ്ട്. 90കളിലൊക്കെ കുട്ടിക്കാലം ചെലവഴിച്ചവരുടെ നല്ല ഓർമ്മകളിലൊന്നാണത്. ജാപ്പനീസ് വീഡിയോ ഗെയിമിംഗ് കൺസോൾ നിർമ്മാതാക്കളായിട്ടുള്ള നിന്റെൻഡോ 1985-ലാണ് സൂപ്പർ മാരിയോ പുറത്തിറക്കുന്നത്. ലോകം തന്നെ പിടിച്ചടക്കിയ ഒരു ഗെയിമാണ് സൂപ്പർ മാരിയോ ബ്രോസ്. 2020 35 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഈ ഒരു ഗെയിമിന്റെ 400 മില്യണിലധികം കോപ്പികൾ നിന്റെൻഡോ വിറ്റഴിച്ചിട്ടുണ്ട്. അനധികൃതമായി വിറ്റഴിച്ച കോപ്പികൾ അത് വേറെ വരും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഗെയിമുകളിൽ തുടങ്ങി ഹാൻഡ് ഹെൽഡ് കൺസോളുകൾ വരെ ഇന്നും പ്രതാപത്തോടെ തുടരുന്ന ജാപ്പനീസ് ബ്രാൻഡാണ് നിന്റെൻഡോ. അവരുടെ ഈ ലോക പ്രശസ്തമായിട്ടുള്ള ഗെയിമിനോടുള്ള ആദരസൂചകമായിട്ടാണ് കാസിയോ ജി-ഷോക്ക് സൂപ്പർ മാരിയോ ബ്രോസ് കൊളാബറേഷൻ ലിമിറ്റഡ് എഡിഷൻ മോഡൽ ഇറക്കുന്നത്. ബോക്സ് മുതൽ നമുക്കിത് കാണാം. റെഡ് ആൻഡ് വൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിൽ ജി-ഷോക്ക് എന്നും സൂപ്പർ മാരിയോ ബ്രോസ് എന്നും കാണാം. ഇവിടെ നമുക്ക് സൂപ്പർ മാരിയോ ബ്രോസിനെയും മഷ്റൂം കിങ്ഡത്തിനെയും ഒക്കെ കാണാൻ സാധിക്കും. ഗൂംബേനെയും ഇവിടെ കാണാം. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എല്ലാവരും ചോദിക്കാറുള്ള ആ പഴയ ജി-ഷോക്കിന്റെ ടിൻ ബോക്സ്. ഇവിടെയും ഗെയിം പ്ലേനെ കുറിച്ചിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഈ ബ്രിക്സിൽ കിക്ക് ചെയ്ത് മഷ്റൂം എടുത്തു കഴിഞ്ഞാൽ മരിയോയ്ക്ക് പവർ ബൂസ്റ്റ് കിട്ടും, മരിയോയുടെ കളറും മാറും. കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇവിടെ കൂപ്പ ട്രൂപ്പേനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ആമയാണ്, മരിയോയുടെ ഒരു പ്രധാന എതിരാളിയാണ്. വില്ലന്മാർക്കും ജി-ഷോക്കിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. താഴെ ഹിയർ വി ഗോ എന്ന് കാണാം. നിന്റെൻഡോയുടെ കോപ്പിറൈറ്റും കാണാം. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാച്ചാണ്. DW5600 SMB-4. സൂപ്പർ മാരിയോയുടെ ഐക്കോണിക് ആയിട്ടുള്ള റെഡ് ഔട്ട്ഫിറ്റിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് കളേഴ്സ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാച്ച് ഫേസിന് മുകളിൽ സൂപ്പർ മാരിയോ ബ്രോസ് എന്ന് കാണാം. താഴെ കാസിയോ ഒന്നും കാണാം. ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ് കേട്ടോ. പഴയൊരു കാലമൊക്കെ ഓർമ്മ വരുന്നത്. വാച്ച് ഫേസിൽ താഴെ കൂപ്പ ട്രൂപ്പനെ കാണാം. ബെസലിൽ പ്രൊട്ടക്ഷനും ജി-ഷോക്കും എഴുതിയിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. സ്ട്രാപ്പില് പിക്സൽ മാരിയോ പ്രിന്റ് കാണാം. ഗെയിമിന്റെ എലമെന്റ്സിന് സൂചിപ്പിക്കുന്ന തരത്തിലാണിത്. ഇതിന്റെ ലൂപ്പ് സ്ട്രാപ്പ് റെഡ് കളറിലാണ്. സ്ട്രാപ്പ് ബേസിക്കലി ഒരു ടോൺ ഡൗൺ ഗ്രീൻ കളറാണ്. കേസ് ബാക്കിൽ 1985 നിന്റെൻഡോ എന്നും പിന്നെ സൂപ്പർ മാരിയോനെയും കൂപ്പ ട്രൂപ്പ നമ്മുടെ ആ ടട്ടില് അതിനെല്ലാം എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇത് കൊളാബറേഷൻ മോഡലാണെങ്കിലും മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. നോർമൽ DW5600 അപേക്ഷിച്ച് സ്ട്രാപ്പ് ഇവിടെ അല്പം വീതി കൂടുതലാണ്. മിക്കവാറും ഏതെങ്കിലും സ്പെഷ്യൽ എഡിഷൻ മോഡലുകൾക്കാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. നോർമൽ DW5600 ഈ ഒരു വീതിയൊക്കെ ഉണ്ടാവുള്ളൂ. ശരിക്കും ഫീച്ചേഴ്സിൽ പറയേണ്ടതാണ്, എന്നാലും ഇവിടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ ഒരു ഇലക്ട്രോലൂമിനസെന്റ് ബാക്ക് ലൈറ്റ് ആണ് ഉള്ളത്, LED അല്ല. ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാരിയോ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 up നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു വാച്ച് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ 53 ഗ്രാം മാത്രമാണ് ഭാരം. ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ സാധാരണ DW5600 പോലെ തന്നെയാണ്. 43 മില്ലിമീറ്റർ ആണ്. ലെഗ് ടു ലെഗ് 49 മില്ലിമീറ്റർ ഉണ്ട്. 13.4 mm ആണ് തിക്നെസ്. റെസിൻ ബിൽഡ് ആണ്. ഇന്നർ കേസ് റെഡ് കളർ റെസിൻ ആണ്. ബാക്ക് പ്ലേറ്റ് സ്റ്റീൽ ആണ്. മിനറൽ ഗ്ലാസ് ആണ്. ഒരു കാര്യം പറയാൻ മറന്നു, ഈ വാച്ച് ഫേസിലെ എഴുത്തുകളും ഗെയിമിലെ പോലെ തന്നെ പിക്സൽ കാണുന്ന തരത്തിലുള്ളതാണ്. സ്ട്രാപ്പും റെസിനാണ്, ബയോറെസിൻ അല്ല. 3229 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ അലാം, കൗണ്ട് ഡൗൺ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, അവർലി ടൈം സിഗ്നൽ, ഫ്ലാഷ് അലർട്ട് ഇതെല്ലാം ഉണ്ട്. ഫുൾ ഓട്ടോ കലണ്ടർ ആണ്. 12 hour 24 hour ഫോർമാറ്റ് ഉണ്ട്. ഡേ, ഡേറ്റ്, മന്ത് ഇതെല്ലാം കാണിക്കും. ഇലക്ട്രോലൂമിനസെന്റ് ബാക്ക് ലൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 years ആണ് ബാറ്ററി ലൈഫ്. 200 meters ആണ് വാട്ടർ റെസിസ്റ്റൻസ്. +or-15 seconds per month ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. DW5600 ചെറിയ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണ്. എന്റെ ഒരു 6 inch റിസ്റ്റ് സൈസ് ആണ്. യൂസ് ചെയ്യാൻ മറ്റേതൊരു DW5600 പോലെ തന്നെയാണ്. കംഫർട്ടബിൾ ആണ്. ഈ വാച്ച് യൂസ് ചെയ്യുന്ന ഒരു പീസ് അല്ല. ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഈ ഒരു വാച്ച് കിട്ടാനായിട്ട് പ്രയാസമാണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ കൊളാബറേഷൻ മോഡലാണ്. കുറെ പേര് ലിങ്ക് ചോദിക്കാറുണ്ട്. ഈ ഒരു വാച്ചിന് അങ്ങനെ ഒരു ലിങ്ക് തരാനായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് ഇറങ്ങി കഴിഞ്ഞു, പല സൈറ്റുകളിലും സോൾഡ് ഔട്ട് ആയി. ഇനി ഇന്ത്യയിൽ ഈ ഒരു വാച്ച് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. പിന്നെ ഒരു വഴി ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു വാച്ചും ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 16,000 ഇന്ത്യൻ രൂപയുടെ അടുത്ത് ഇതിന് വില വരുന്നുണ്ട്. ഒരു സാധാരണ DW5600 വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരട്ടി വിലയാണിത്. പക്ഷെ ഈ വിലയ്ക്ക് പോലും ഇന്ന് ഈ വാച്ച് കിട്ടാനില്ല. കാരണം കളക്ടേഴ്സിന്റെ ഇടയിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു മോഡൽ ആയതുകൊണ്ട് ഇന്ന് 20,000 രൂപയുടെ മുകളിലാണ് ഈ ഒരു വാച്ചിന്റെ വില വരുന്നത്. ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഈ വാച്ച് കളക്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ നല്ലത്. കളക്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാച്ച് വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലുട്ടാപ്പി തന്നെയാണ് പേര്. അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.